ഹലോ. അങ്ങനെ നമ്മൾ 11th ചാപ്റ്ററിൽ എത്തിയിരിക്കുകയാണ്. 11th ചാപ്റ്ററിൻ്റെ പേരാണ് ബേങ്കനി ജോജോ. ഇതൊരു രസമുള്ള കഥയാണ്. നമുക്ക് ഈ കഥയൊന്ന് വായിച്ചു നോക്കാം. ജോജോ ഏക് സഫേദ് കുത്ത ഥാ. ആരാണ് ജോജോ? ഇതാണ് ജോജോ. ജോജോ ഒരു വെളുത്ത കളറുള്ള ഡോഗായിരുന്നു. സഫേദ്, വൈറ്റ്. वह एक पेड़ के नीचे सो रहा था. खर्र खर्र. എന്താ? ജോജോ ഒരു മരത്തിൻ്റെ അടിയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. സോ രഹാദ. എങ്ങനെയാ ശബ്ദം ഉണ്ടാക്കുന്നത്? ഘർ. ഇത് ജോജോ കൂർക്കം വലിക്കുന്ന ശബ്ദമാണല്ലേ? വാ ജാഗ് ഗയാ. ഓർക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ജോജോ എണീച്ചു. ഭൗ ഭൗ കിസ്നെ ദേ മുझे ബേങ്കനി ഡബ്ബേ. നമ്മൾ നേരത്തെ പറഞ്ഞു ജോജോ എന്ന് പറഞ്ഞാൽ നല്ല വൈറ്റ് കളറിൽ, ബോഡിയിലൊന്നും ഒരു സ്പോട്ട് പോലും ഇല്ലാത്ത വൈറ്റ് കളറുള്ള ഒരു ഡോഗായിരുന്നു. പക്ഷേ ഇപ്പം ഉറക്കത്തിൽ നിന്ന് എണീച്ച് നോക്കിയപ്പോൾ എന്താ സംഭവിച്ചത്? ഡോഗിൻ്റെ മേലെ നിറയെ കണ്ടോ പേർപ്പിൾ കളറുള്ള സ്പോട്സ് വന്നിട്ടുണ്ട്. ഈ മാർക്സ് എങ്ങനെ വന്നു? ജോജോ അത്ഭുതപ്പെട്ടു പോയി. ജോജോ വിചാരിക്കുക, കിസ്നെ ദിയേ, ആരാണ് തന്നത്? മുझे ബേങ്കനി ഡബ്ബേ, ആരാണ് പേർപ്പിൾ സ്പോട്സ് എനിക്ക് തന്നത്? उसने देखा एक बादल को आकाश में धीरे धीरे चलते हुए. അവൻ നോക്കുമ്പോൾ ആകാശത്തിലൊരു ക്ലൗഡ് ഉണ്ട്. അത് മെല്ലെ മെല്ലെ നീങ്ങിപ്പോവായിരുന്നു. ധീരെ ധീരെ എന്ന് പറഞ്ഞാൽ സ്ലോലി. ബാദൽ ബാദൽ, ക്ലൗഡ് ക്ലൗഡ്, ക്യാ തുമേ ദിയേ മുझे ബേങ്കനി ഡബ്ബേ, നീ ആണോ എനിക്ക് ഈ പേർപ്പിൾ സ്പോട്സ് തന്നത്? നഹി, അല്ലല്ലോ. ബാദൽ ബോല, ബാദൽ പറഞ്ഞു അല്ലല്ലോ. മേ തോ സഫേദ് ഹൂ, ഞാൻ വൈറ്റ് കളറാണ്. പിന്നെ നിനക്ക് എങ്ങനെയാണ് ഞാൻ പേർപ്പിൾ സ്പോട്സ് തരിക? അല്ലേ? ഈ ചാപ്റ്ററിൽ പല സ്ഥലത്തായിട്ട് പല കളറുകളുടെ പേര് യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. സഫേദ് എന്ന് പറഞ്ഞാൽ വൈറ്റ്. ജോജോ എന്ന് പറഞ്ഞ ഡോഗിൻ്റെ കളർ എന്തായിരുന്നു? വൈറ്റ് കളറായിരുന്നു. ഇപ്പോൾ ഈ ഒരു ക്ലൗഡിൻ്റെ കളറും സഫേദാണ്, വൈറ്റ് കളറാണ്. ബാദൽ ഹട്ട് ഗയ, ബാദൽ അതും പറഞ്ഞുകൊണ്ട് നീങ്ങിപ്പോയി. ജോജോനെ ഊപ്പർ സൂരജ് കോ ദേക്ക. ജോജോ കുറച്ച് മുകളിലായിട്ട് സൂരജ് കോ ദേക്ക, സൂര്യനെ കണ്ടു. കുറേ മുകളിലായിട്ട് സൂര്യൻ ഉണ്ടല്ലേ? സൂരജ് സൂരജ്, സൂര്യ സൂര്യ, ക്യാ തുമേ മുझे ദിയേ ബേങ്കനി ഡബ്ബേ, നീ ആണോ എനിക്ക് ഈ ഒരു പേർപ്പിൾ സ്പോട്ട് തന്നിരിക്കുന്നത്? നഹി, സൂരജ് ബോല, അല്ലല്ലോ എന്ന് സൂര്യനും പറഞ്ഞു. മേ തോ പീല ഹോ, സൂര്യൻ്റെ കളർ എന്താണ്? പീല. പീല എന്ന് പറഞ്ഞാൽ യെല്ലോ. അടുത്തതായി ജോജോ ആരുടെ അടുത്തേക്കാണ് പോയത്? മരത്തിൻ്റെ മുകളിലിരിക്കുന്ന ക്രോയുടെ അടുത്തേക്കാണ്. കൗവ. കൗവേ കൗവേ, ക്യാ തുമ്നെ ദിയേ മുझे ബേങ്കനി ഡബ്ബേ. ജോജോ ചോദിച്ചു, കാക്കേ കാക്കേ, നീയാണോ എനിക്ക് ഈ ഒരു പേർപ്പിൾ ഡോട്ട്സ് തന്നിരിക്കുന്നത്? നഹി, കൗവ ബോല, അല്ലല്ലോ എന്ന് കാക്ക പറഞ്ഞു. മേ തോ കാല ഹോ, ഞാൻ കറുപ്പ് കളറല്ലേ. അപ്പോൾ കൗവയുടെ കളർ എന്താണ്? കറുപ്പ്, കാല. അടുത്തതായി ജോജോ പോയിരിക്കുന്നത് ബലൂൺസിൻ്റെ അടുത്തേക്കാണ്. എന്നിട്ടൊരു ബലൂണിനോട് ചോദിച്ചു, ഗുബ്ബാരെ ഗുബ്ബാരെ, ക്യാ തുമ്നെ ദിയേ മുझे ബേങ്കനി ഡബ്ബേ. ബലൂണേ ബലൂണേ, നീ ആണോ എനിക്ക് പേർപ്പിൾ സ്പോട്സ് എൻ്റെ ശരീരത്തിൽ തന്നിരിക്കുന്നത്? നഹി, ഗുബ്ബാര ബോല, അല്ലല്ലോ ബലൂൺ പറഞ്ഞു. മേ തോ ലാൽ ഹൂ, ഗുബ്ബാര ഏതാ കളറ്? ലാൽ, റെഡ് കളറുള്ള ബലൂണാണ്. ജോജോ അടുത്തതായി പോയിരിക്കുന്നത് പുല്ലിൻ്റെ അടുത്തേക്കാണ്. ഇവിടെ കണ്ടോ കുറേ പുല്ല് വളർന്നിരിക്കുന്നത്. घास घास, क्या तुमने दिए मुझे बैंगनी डब्बे.
ഘാസ് ഘാസ്, നീയാണോ എനിക്ക് ഈ പേർപ്പിൾ ഡോട്ട്സ് എൻ്റെ ശരീരത്തിൽ തന്നിരിക്കുന്നത്? നഹി, ഘാസ് ബോലി. അല്ലല്ലോ എന്ന് പുല്ല് പറഞ്ഞു. മേ തോ ഹരി ഹൂം, ഞാൻ പച്ച കളറല്ലേ. ബേച്ചാര ജോജോ, ഊ ഊ ഊ, കിസ്നെ ദിയേ മുझे ബെങ്കനി ദബ്ബേ. ഡോഗിന് ഭയങ്കര വിഷമായി. അതവിടെ ഇരുന്നിട്ട് സങ്കടത്തോടെ കരയുക. എന്നിട്ട് പറയാ, ആരാണ് എനിക്ക് ഈ ഒരു പേർപ്പിൾ ഡോട്ട്സ് എൻ്റെ ശരീരത്തിൽ തന്നത്? പെട്ടെന്ന് ടപ് ടപ് ടപ്, അപ്പം എന്തോ ശബ്ദം കേട്ടു. ജോജോ ഞെട്ടി ഉണർന്ന് നോക്കി. ആഹാ, തോ വോ ജാമൂൻ കാ പേട് താ. അപ്പം എന്താ സംഭവിച്ചത്? ഈ ജോജോ കിടന്നുറങ്ങിയ മരം ഒരു ജാമൂനിൻ്റെ മരമായിരുന്നു. ജാമൂൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് കണ്ടില്ലേ, പേർപ്പിൾ കളറുള്ള കുഞ്ഞു കുഞ്ഞ് ആയിട്ടുള്ള ഒരു പഴമാണ് ജാമൂൻ. ആ ജാമൂൻ്റെ മരത്തിൻ്റെ അടിയിൽ കിടന്നുറങ്ങിയത് കൊണ്ടാണ് ഉറങ്ങുന്ന സമയത്ത് അത് ശരീരത്തിൽ വീണിട്ട് പേർപ്പിൾ പുള്ളികൾ ശരീരത്തിൽ വന്നത്. ഇപ്പം മനസ്സിലായില്ലേ എങ്ങനെയാണ് പേർപ്പിൾ കളർ വന്നത് എന്ന്? അപ്പം ജോജോയ്ക്കും കാര്യം മനസ്സിലായി. നല്ല സ്റ്റോറിയാണല്ലേ? അപ്പം നിങ്ങൾ ഒന്നുകൂടി ഈ സ്റ്റോറി നന്നായിട്ട് വായിച്ചു നോക്കുക. നമുക്കിപ്പോൾ एक्सरसाइज പോവാം. कहानी में जोजो किस किस के पास गया, क्रम में लिखिए और चित्र बनाइए. ഈ കഥയിൽ ജോജോ ആരുടെയൊക്കെ അടുത്താണ് ഈ പേർപ്പിൾ സ്പോട്സ് ആരാ തന്നതെന്ന് ചോദിച്ചിട്ട് പോയിട്ടുള്ളത്. ഇവിടെ തന്നിരിക്കുന്ന കള്ളികളിൽ അത് ക്രമമായിട്ട് എഴുതണം. എന്നിട്ട് അതിൻ്റെ ചിത്രവും വരയ്ക്കണം. ജോജോ പെഹലെ ആദ്യം ആരുടെ അടുത്തായിരുന്നു പോയത്? ബാദൽ, ക്ലൗഡ് അല്ലേ? അപ്പം ബാദൽ എന്ന് ഇവിടെ എഴുതണം. എന്നിട്ടോ നല്ല ഭംഗിയായിട്ട് ബാദലിൻ്റെ ചിത്രവും ഇവിടെ വരയ്ക്കണം. അതിനുശേഷം ആരുടെ അടുത്തായിരുന്നു പോയത് ജോജോ? അടുത്തതായി ജോജോ പോയത് സൂര്യൻ്റെ അടുത്താണ്. സൂരജ്. അപ്പോൾ ഈ ഒരു കോളത്തിൽ നിങ്ങൾ ഭംഗിയായിട്ട് സൂര്യൻ്റെ ചിത്രം വരയ്ക്കണം. ഞാനിത് വരയ്ക്കും പോലെയല്ല, നിങ്ങൾ നല്ല ഭംഗിയായിട്ട് വരയ്ക്കണം. ഓക്കെ? അതിനുശേഷം ആരടുത്താണ് പോയത്? അതിനുശേഷം പോയത് കൗവ. അതിനുശേഷം പോയത് ഗുബ്ബാര. ലാസ്റ്റ് വൺ ഘാസ്, പുല്ല്. ഇവിടെ 4 കോളമേ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് മൂന്നാമത്തെ കോളത്തിൽ കൗവ, ഗുബ്ബാര രണ്ടും എഴുതാം. എന്നിട്ടൊരു കാക്കയുടെ ചിത്രവും പിന്നെ ഒരു ബലൂണിൻ്റെ ചിത്രവും ഇവിടെ വരയ്ക്കാം. അന്ത്മേ ലാസ്റ്റായിട്ട് അത് ഘാസ്. ഘാസ് എന്ന് പറഞ്ഞ പുല്ല്. അപ്പോൾ ഇവിടെ പുല്ലിൻ്റെ ചിത്രവും നിങ്ങൾ വരയ്ക്കണം. कहानी में आए इन शब्दों को पढ़िए और वाक्य बनाकर अपनी कॉपी में लिखिए. ഈ കഥയിൽ ഭൗ ഭൗ, ഊം ഊം ഊം, ടപ് 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 എന്നീ വാക്കുകൾ വന്നിട്ടുണ്ടല്ലേ? അപ്പം നിങ്ങൾ ഈ വാക്കുകൾ വായിക്കണം. എന്നിട്ട് ഈ വാക്കുകൾ ഉപയോഗിച്ച് പുതിയതായിട്ട് ഓരോ സെൻറ്റൻസുകൾ ഉണ്ടാക്കി നിങ്ങളുടെ ബുക്കിൽ എഴുതണം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. കുത്ത ജോർ സെ ഭൗ ഭൗ കർ രഹാ ഥാ. കുത്ത ഉറക്കെ, ഡോഗ് ഉറക്കെ ഭൗ ഭൗ എന്ന് കരയുന്നുണ്ടായിരുന്നു. സെക്കൻഡ് വൺ, പേട് പർ ബൈട്ട ഉല്ലു. മരത്തിൻ്റെ മുകളിലിരുന്ന ഔളിനാണ് ഉല്ലു എന്ന് പറയുന്നത്. ഊം 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 കി ആവാസ് കർ രഹാ ഥാ. ഊം ഊം എന്ന് ശബ്ദമുണ്ടാക്കുന്നുണ്ടായിരുന്നു. മൂന്നാമത്തത് ടപ് ടപ് ടപ്. ബാരിഷ് കെ ബൂന്തേ ടപ് ടപ് ഗിർ രഹി ഥി. മഴത്തുള്ളികൾ ടപ് 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 എന്ന് പറഞ്ഞ് താഴെ വീഴുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ എഴുതുമല്ലോ. അടുത്തത് ചിത്രോമേ രംഗ് ഭരിയേ. ചിത്രോമേ രംഗ് ഭരിയേ. ഇവിടുത്തെ ചിത്രങ്ങളിൽ കളറുകളില്ല അല്ലേ? അപ്പം നിങ്ങൾ ഭംഗിയായിട്ട് അതിന് കളർ കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ജോജോ അഗർ ഇൻ ജാൻവറോ കെ പാസ് ജാതാ തോ ക്യാ ബാത്ചീത് ഹോത്തി ലിഖിയേ. ജോജോ നേരത്തെ കുറേ പേരുടെ അടുത്ത് പോയി അല്ലേ?
അപ്പോൾ അതിനുശേഷം നമ്മുടെ ബെയറിൻ്റെ അടുത്തും ഇനി ക്യാമലിൻ്റെ അടുത്തുമായിരുന്നു വന്നിരുന്നതെങ്കിൽ ജോജോ എന്തൊക്കെ സംസാരിക്കുമായിരുന്നു? അതൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ഇവിടെ തന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ ഫില്ല് ചെയ്യാം. അപ്പോൾ നമുക്ക് തൽക്കാലം ബാലുവിന് ബ്ലാക്ക് കളർ കൊടുക്കാം. അങ്ങനെ വേണമെന്നില്ല, അത് ഗ്രേ കളറിലും വൈറ്റ് കളറിലും ഒക്കെയുള്ള ബാലു ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. പിന്നെ ക്യാമലിനും അതുപോലെ തന്നെ. എന്നിട്ട് ജോജോ ഇവയോട് എങ്ങനെയായിരിക്കും സംസാരിക്കുക എന്ന് നമുക്ക് നോക്കിയാലോ. ജോജോ ആദ്യമായി പോയത് ബാലുവിൻ്റെ അടുത്താണ്, ബെയറിൻ്റെ അടുത്താണ്. അപ്പം ജോജോ ചോദിക്കുക, ബാലു ബാലു ക്യാ തുമ്നെ മുझे बैंगनी डब्बे दिए? അപ്പോൾ ബാലു പറയാ, नहीं जोजो मैं तो काले रंग का हूँ. അടുത്തതായി ജോജോ ക്യാമലിൻ്റെ അടുത്ത് പോവാണ്. എന്നിട്ട് ക്യാമലിനോട് ചോദിക്കുക, ऊँट ऊँट क्या तुम्हें मुझे बैंगनी डब्बे दिए? नहीं जोजो मैं तो रेत के रंग का हूँ. ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്ന അതേ സെൻറ്റൻസ് നിങ്ങൾക്ക് പേരും കളറും മാത്രം മാറ്റി എഴുതിയാലും മതി. നിങ്ങൾ അതുപോലെ ചെയ്ത് നോക്കണം. नीचे दी गई शब्द पहेली में रंगों के नाम पर घेरा लगाइए. ഇവിടെ ഒരു വേർഡ് പസിൽ തന്നിട്ടുണ്ട്. ഇതിൽ നോക്കിയിട്ട് നിങ്ങൾ പല കളറുകളുടെയും പേരുകൾ കണ്ടുപിടിക്കണം. ഫോർ എക്സാമ്പിൾ നീല, ഇവിടെ ഒരു കളർ തന്നിട്ടുണ്ട്. നീല എന്ന് പറഞ്ഞാൽ നീല, ബ്ലൂ. ബ്ലൂ കളറിന് ഹിന്ദിയിൽ പറയുന്ന പേരാണ് നീല. അതുപോലെ വേറെയും കളറുകളുണ്ട്. നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? നമുക്ക് നോക്കാം. ഗുലാബി, ഗുലാബി എന്ന് പറഞ്ഞാൽ പിങ്ക് കളറാണ്. കാല, കാല എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളറാണ്. കാല. ഇനിയോ പീല, പീല, പീല എന്ന് പറഞ്ഞാൽ യെല്ലോ കളറാണ്. ഹര, ഹര എന്ന് പറഞ്ഞാൽ ഗ്രീൻ കളർ. നാരങ്ങി, നാരങ്ങി എന്ന് പറഞ്ഞാൽ ഓറഞ്ച് കളർ. സഫേദ്, സഫേദ് എന്ന് പറഞ്ഞാൽ വൈറ്റ് കളർ. ഇനിയും കളറുകൾ ഉണ്ടോയെന്ന് നിങ്ങൾ നോക്കണം. ഇപ്പോൾ ഇത്രയും കളറുകൾ നിങ്ങൾക്ക് ബുക്കിലേക്ക് മാറ്റി എഴുതാം. രംഗ് ഭരിയേ, കളറുകൾ കൊടുക്കുമോ? ഇവിടെ ഒരു രംഗോലിയുടെ ഔട്ട്ലൈൻ മാത്രം കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ നിറച്ച് ഈ രംഗോലിയെ ഭംഗിയാക്കണം. അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. എല്ലാവരും എക്സസൈസൊക്കെ നന്നായിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ഈ ഞാൻ തന്നിരിക്കുന്ന എക്സ്പ്ലനേഷനുമായിട്ട് ജസ്റ്റ് മാച്ച് ചെയ്ത് നോക്കാൻ മാത്രമേ പാടുള്ളൂ. ഓക്കെ, അടുത്ത ചാപ്റ്ററുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.